ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കാനുള്ളൊരു കാരണം എന്നാണല്ലോ, അമ്മയ്ക്ക് രാവിലെ പണിക്ക് പോകുമ്പോൾ ചോറും കറിയും ചായയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്തുണ്ടാവുമ്പോഴല്ലേ, ഇപ്പം എനിക്കൊരു ചേച്ചിയുണ്ട്, അവൾ ഉത്തർപ്രദേശിലാണ്, അങ്ങോട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ള ലവ് മാരേജ് ആണ്. അപ്പോൾ അവൾ ഇവിടെ ഇല്ല. അപ്പം ഞാൻ വരുമ്പോൾ ഞാനല്ല എടുക്കാനുള്ളത്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഞാൻ എണീക്കാൻ വഴികൂട്ടോ. അപ്പോഴേക്കും അവൾ ചിലപ്പോൾ ചായയൊക്കെ ആക്കി വയ്ക്കും. അമ്മയ്ക്ക് ചോറും കറിയും കൊണ്ടുപോകാത്ത ദിവസങ്ങളിലൊക്കെ കേട്ടോ. ഇന്നിപ്പോൾ ചോറും കറിയൊക്കെ കൊണ്ടുപോകണം. കൂലിപ്പണിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മ പാവമാണ്. എൻ്റെ അമ്മ എപ്പോഴും കഷ്ടപ്പെടുകയാണ് കേട്ടോ. കൂലിപ്പണി എടുത്തിട്ട് തന്നെ. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ പെരുന്നാമാരപ്പം സിമെൻറ്റ് കൂട്ടാനും കല്ലൊക്കെ ഏറ്റ് കൊടുക്കാനൊക്കെയാണ് കേട്ടോ അമ്മ പോണത്. ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കൂട്ടുകാരെ. കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം നമുക്കൊരു 5 ലക്ഷത്തോളം കടമുണ്ട്. വീടിൻ്റെ ലോണും ഈ വീട് പണിയെടുത്ത കോൺട്രാക്ടർ കൊടുക്കാനും കിണർ ഉണ്ടാക്കിയ ആളുകൾ കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു കടങ്ങളൊക്കെ വെച്ചാൽ കേട്ടോ. ഏതായാലും ഒക്കെ തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോണത്. പക്ഷേ യൂട്യൂബ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അച്ചാർ സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അച്ചാറിന് കുഴപ്പമില്ലാണ്ട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആർക്കെയും അച്ചാർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറാണ്. അച്ചാർ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക കേട്ടോ. അല്ലാതെ വെറുതെ അച്ചാറിന് എന്താ വില, അച്ചാറിൻ്റെ കച്ചവടം ചെയ്ത വല്ല ലാഭമുണ്ടോ, അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക, ഇവിടെ കുറേ ആളുകൾ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് ഉള്ളതെന്ന് അറിയില്ല, എവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കണം. അച്ചാർ ഉണ്ടാക്കിയാൽ വല്ല ലാഭമുണ്ടോ, എല്ലാവർക്കും ലാഭമുണ്ടോ എന്നാണ് അറിയേണ്ടത്. നമ്മൾ അതിൽ എടുക്കുന്ന എഫക്റ്റ്, നമ്മൾ അച്ചാർ ഉണ്ടാക്കിയ ലാഭമുണ്ടോ എന്ന് ഉണ്ടാകണമെന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് തുടങ്ങണം. നമുക്കൊരു തുടങ്ങാനൊരു ഇത് വേണം. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല കൈപ്പുണ്യമുള്ള കൂട്ടത്തിലാണ്. അമ്മ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അച്ചാർ എന്നൊക്കെ പറയുന്ന സംഭവം കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തന്നൊരു ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ ഈ കുറച്ച് കാലം ഏകദേശം ഒരു 3.5 വർഷമായിട്ടാണ് അമ്മ ഈ ഒരു അച്ചാർ മേഖലയ്ക്ക് കടന്നു വന്നിട്ടുള്ളത്. അമ്മേൻ്റെതായ തനിമയിലുണ്ടാക്കുന്ന അച്ചാറാണ് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ. അല്ല പ്രത്യേകിച്ച് വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരെയുള്ള അറിവ് വെച്ചിട്ടോ ഒന്നുമല്ല. നമ്മളെ മൈൻഡിൽ നമുക്ക് ഇന്ന രീതിയിൽ ഉണ്ടാക്കിയാലേ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള മൈൻഡിൽ ഉണ്ടാക്കുന്ന ആളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറിന് ഇതുവരെ ആരും ഒരു കുഴപ്പമോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. പുണ്ണോ കാര്യങ്ങളോ ഗ്യാസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാറിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ചില ആളുകൾ കടയിലൊക്കെ 500 ഗ്രാം അച്ചാറിനൊക്കെ വെറും 50 രൂപ അതേപോലെ തന്നെ 100 രൂപയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ അച്ചാറിനൊക്കെ 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ മാങ്ങ അച്ചാർ, കാരണം നമുക്ക് അത്യാവശ്യം അതിൽ മാങ്ങ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 550 അല്ലെങ്കിൽ 600ൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ നമ്മുടെ അച്ചാറിന്. അതിലേക്കുള്ള നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ ആയിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ നമ്മൾ ചെയ്യാറ് നമ്മുടെ അച്ചാറിൻ്റെത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് കുറച്ച് സുർക്ക പറഞ്ഞിട്ടുള്ള അച്ചാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കച്ചവടം ചെയ്യണം. നമ്മളങ്ങനെയല്ല, മനുഷ്യൻ്റെ ശരീരം കേടെടുത്തും ചെയ്യരുത്. അന്ന് ആളുകൾ നമ്മുടെ അച്ചാർ വാങ്ങണം, ഇഷ്ടപ്പെട്ടാകണം. മനുഷ്യൻ്റെ ശരീരം കേടുവരുത്തിയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കയറി കൂടുതൽ അച്ചാർ ഞങ്ങൾ തന്നെ കൂട്ടാറുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അച്ചാറൊക്കെ. അപ്പം നമ്മൾ കൂടുതലായിട്ട് അച്ചാർ ഒരു വലിയ ചെമ്പട്ടിയിൽ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുന്ന ആളുകളെല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യും. നമ്മളൊരു 5 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. കാരണം ഒന്നായിട്ട് സെലക്ട് ചെയ്ത് എടുക്കാനൊന്നും നമ്മളെ കൊണ്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അമ്മ ഈ കൂലിപ്പണി എടുത്തിട്ട് വേണം അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ ആരും കൊടുന്ന് തരാനോ, ഇനി ദൈവം സഹായിച്ച് നമ്മളതിൽ വരുമാനം പഠിച്ച സഹായിച്ച് ഒരു മനുഷ്യന്മാരെ സക്കാത്ത് എന്നുള്ള ഉറുപ്പ്യ എനിക്കും വാങ്ങാനുള്ള യോഗം ഇല്ലാതിരിക്കട്ടെ. നിങ്ങളും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കും ആ യോഗം ഇല്ലാതിരിക്കട്ടെ. ഒരിക്കലും ഒരാൾ മുന്നിൽ കൈ നീട്ടാനുള്ള യോഗം പഠിച്ചവനായിട്ട് ആർക്കും വരുത്തരുതേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഞങ്ങൾ എവിടെയും തളരില്ല എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അച്ചാറും കമ്പനി. അമ്മയ്ക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ 29ാമത്തെ വയസ്സായി. എൻ്റെ അറിവ് വെച്ചതോളം ഒരു
20 കൊല്ലത്തോളം ഞാൻ കാണുന്ന നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ എന്താ അറിയുള്ളൂ. കാലത്തോളം അമ്മ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ. അമ്മ ഈ കൂലിപ്പണി എടുത്തിട്ട് വേറെ ആരും ഇല്ല നോക്കാനും ഒന്നിനും. അമ്മ ഒറ്റയ്ക്ക് തന്നെ. പിന്നെ അമ്മേൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പ്രണയവിവാഹമായിരുന്നു. പിന്നെ അച്ഛൻ്റെതായ നാട്ടിലേക്ക് പോയി അങ്ങനെ ഇതായി. പിന്നെ അമ്മ ഒറ്റയ്ക്ക് തന്നെ 2 മക്കളെയും നോക്കി ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ച് നല്ല തൻ്റെ ഇടത്തോടെ തന്നെ ഇങ്ങനെ കേട്ടോ. അമ്മേനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ് കേട്ടോ. ചേച്ചി അമ്മ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനമാണ്. അതേ ഒരു റെസ്പെക്റ്റ് നമുക്കും തരാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. നമ്മൾ അതിനനുസരിച്ചാണ് നിൽക്കാറും എല്ലാവരോടും പെരുമാറാറുള്ളതൊക്കെ. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ഞങ്ങളുടെ അമ്മ, ഞങ്ങൾക്കൊരു ദൈവമാണ്. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മലപ്പുറം തമ്പുരു വ്ളോഗ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു വ്ളോഗിന് നിങ്ങളെ ഒരു സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് കേട്ടോ. വേറെ ആരും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരിതിലാണ്. കാരണം എനിക്ക് എൻ്റെ അമ്മേനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് വേറെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ കാര്യങ്ങൾ പിന്നെ അമ്മ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ പതിനെടുത്ത് കിട്ടുകയാണെങ്കിൽ എൻ്റെ മക്കൾക്കുള്ള ചിലവും എനിക്കെന്താ വേണ്ടത് വെച്ചാൽ ഒക്കെ എന്ത് സാധനങ്ങളിലും അമ്മ വാങ്ങി തന്നുകൊണ്ടാണ് ഇപ്പോഴും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും അമ്മ തന്നെയാണ് ഇടയ്ക്ക് ഇപ്പോൾ ചുരിദാറായാലും ഡ്രസ്സായാലും മക്കളായാലും ഒക്കെ എടുക്കുക. കാരണം അമ്മേൻ്റെ കയ്യിൽ അമ്മ ഒരു കൂട്ടിയ പൈസകളിലുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഞങ്ങൾക്ക് ഉള്ളത് മാറ്റി വെച്ചിട്ട് ചെയ്യട്ടോ. എപ്പോഴും എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ അങ്ങോട്ടൊന്നും തിരിച്ചു കൊടുക്കാൻ ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ഞാനൊക്കെ ഏതെങ്കിലും ലെവലിൽ എനിക്കിപ്പോൾ 3 മക്കളാണല്ലോ. ഈ 3 മക്കൾ ദേവൂട്ടനും കൂടി ഇനി ഒരു ലെവലിലേക്ക് ആയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു ഏണിങ്സോ കാര്യങ്ങളോ നമ്മുടെ ഈ കാരണം മോണിറ്റൈസ് ആയ ചാനലാണ്. ആദ്യം നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആദ്യം പൈസ വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത പൈസയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നല്ല റീച്ച് ഉണ്ടായാൽ മാത്രമേ ഇനി നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട്, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു പോയത് കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പല ആളുകളും വന്നിട്ട് എന്നോട് പറയും ഈ മലപ്പുറം തമ്പുരു എന്നൊക്കെ എഴുതി, ഈ മലപ്പുറം തമ്പുരു ഇതുകൊണ്ട് വല്ല മുസ്ലിമങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെയാണ് വീഡിയോ കയറുള്ളൂ, അല്ലാതെ നിങ്ങളെ പോലത്തെ ആളുകളൊന്നും കയറൂല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനും അങ്ങനത്തെ ഒക്കെ പറയേണ്ട ആവശ്യം, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും. അവിടെ ജാതിയോ മതമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്നേഹമുള്ളിടത്ത് എല്ലാതും ഉണ്ടാവും എന്ന് പറയും. ഞങ്ങളൊക്കെ ഒരു മതസൗഹാർദ്ദത്തിലൂടെ കഴിഞ്ഞു പോയി വളരുന്നതാണ് നമ്മളെ ഈ ചുറ്റുഭാഗം കേട്ടോ. കാരണം എന്തുണ്ടെങ്കിലും ഞങ്ങൾ അപ്പുറത്ത് മാളുത്താത്താക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കൽ. മാളുത്താത്തയൊക്കെ ഇങ്ങോട്ടായാലും അവിടെ എന്ത് വെച്ചാലും കൂടുതലായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളതാണിക്കോട്ടെ, ഇനി ഒരു കറി ആയിക്കോട്ടെ, എന്ത് വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മതസൗഹാർദ്ദത്തോടെ കടന്നു പോകുന്ന ആളുകളാണ്. ജാതിയോ മതമോ ഒന്നും നമുക്കൊരു ഇതില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്നതാണ്. പക്ഷെ പല ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുമ്പോഴേ അതൊക്കെ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ വീഡിയോ കയറിപ്പോവും, ഹിന്ദുക്കളായതുകൊണ്ടാണ് വീഡിയോ കയറി പോവുക, ഹിന്ദുക്കൾ തന്നെ കാണൂല. അപ്പോൾ ഞാൻ പറയും കാണുന്നവർ കാണട്ടെ, ഈ പറയുന്ന ആൾക്കാർ കാണുമോ? അതുമില്ല. ഇങ്ങനെ കമൻറ്റ് ചെയ്യാലും അഭയം പറയും ആ വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യമായിരുന്നു. നിങ്ങളിത് എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടെന്ന കാര്യങ്ങൾ എൻ്റെ വീഡിയോ അറിയും ഞാൻ കേട്ടോ. തിരിച്ചങ്ങനെ ഞാൻ പറയാറുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റും. പിന്നെന്താ വെച്ചാൽ ഞാൻ പിന്നെ വലിയ ഇതായിട്ടൊന്നും നിൽക്കാറില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. ഈ കണ്ടൻറ്റിങ് ആണെങ്കിൽ മാത്രമേ യൂട്യൂബിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിങ്ങനെ നമ്മുടേതായ പ്രശ്നങ്ങൾ ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും അങ്ങോട്ട് ഇട്ട് ചെയ്തിട്ടില്ല കേട്ടോ കൂട്ടുകാർ. നമ്മളതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതൊന്നും. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ അങ്ങനെ പോയി. ഇത് നമ്മുടെ ചിക്കു കേട്ടോ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഏകദേശം 3 കൊല്ലമായപ്പോഴേക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ വർഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതാണ് അത് നമ്മുടെ കൈപ്പങ്ങ കേട്ടോ, പാവയ്ക്ക എന്നൊക്കെ പറയും. ഈ കൈപ്പങ്ങ ഇപ്പോൾ അത്യാവശ്യത്തിന് ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ചിലത് കിടന്ന് പോകും. അപ്പോഴേക്കും നമ്മൾ പറിച്ച് വെക്കും കേട്ടോ. മൂക്കാനൊന്നും നിൽക്കാറില്ല. എന്നാലും ചിലപ്പോൾ ഉപ്പേരിക്കൊക്കെ കുറച്ച് പയറുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അമ്മ നട്ടുപിടിപ്പിച്ച ചെമ്പരത്തി ഇതൊക്കെ അമ്മ മാല ചേർത്താൻ വേണ്ടിയിട്ടോ, കൃഷ്ണൻ്റെ മാല ചേർത്താൻ. അമ്മ ഭയങ്കര കൃഷ്ണഭക്തിയാണ് കേട്ടോ.
രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞ് ഭഗവാന് മാല ചാർത്തിയതിന് ശേഷമാണ് അടുക്കളയിൽ കയറുക കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തന്നെ അമ്മയ്ക്ക് തന്നെ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇതായിട്ട് തന്നെയാണ് അമ്മ ഇതുവരെ പോരാടിയിട്ടുള്ളത്. ഇപ്പം കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം പണിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. എന്താ ചെയ്യുക, ഞാൻ എന്താ ചെയ്യുക പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനെ എനിക്ക് എന്തെങ്കിലും ഒരു പണി. എത്രയോ ആളൊക്കെ യൂട്യൂബിലൂടെ കയറി പോകുന്നുണ്ട്, യൂട്യൂബിലൂടെ കയറിപ്പോയി രക്ഷപ്പെട്ടിട്ട് അഹങ്കാരം പിടിക്കുന്ന എത്രയോ ആളുകളൊക്കെ ഉണ്ട്. നമുക്കൊന്നും അഹങ്കാരമില്ല, ദൈവം അഹങ്കാരം വരുത്താതെക്കട്ടെ. നമ്മൾ കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ അങ്ങനെ മാത്രം കേട്ടോ. എന്താ അച്ചാറും വാങ്ങി, അല്ലാതെ വേറൊരാളെ പറഞ്ഞില്ലേ, അച്ചാറ് വാങ്ങി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ തന്നെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ടാക്കുക. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം മുന്നിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തമ്പുരു. താങ്ക് യു ഫോർ വാച്ചിങ്.